എറണാകുളം ജില്ലയിൽ യുഡിഎഫിന് ചരിത്ര വിജയമായി 14 സീറ്റിൽ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിമാർ ജയിക്കും. കഴിഞ്ഞ 5 വർഷക്കാലം ജനവിരുദ്ധമായിട്ടുള്ള സർക്കാരിനെതിരായി ജനങ്ങൾ പ്രതീക്ഷയർപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതിനു മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഈ ജില്ലയിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ ലീഡുണ്ടായിരുന്നു. 3 മാസക്കാലം മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 87% വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടായത്. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും സർക്കാരിനെതിരായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനും കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ജില്ലയിൽ നടപ്പിലാക്കേണ്ടിയിരുന്ന അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലും സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല ഒരു തരത്തിലുള്ള സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. സ്വാഭാവികമായും അതിനെതിരായിട്ടുള്ള ഒരു ജനവിധി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ യുഡിഎഫിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു വലിയ പ്രചരണവും വളരെ കാര്യക്ഷമമായി നടക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലടക്കം വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ ഐക്യജനാധിപത്യ മുന്നണിക്കും പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കഴിഞ്ഞത് ഇതിനു മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിന്റെ ഒരു റിസൾട്ടും ആ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഒരു കൂട്ടായ പരിശ്രമവും അത് ഞങ്ങൾ വിചാരിച്ചതുപോലെ ശുഭപ്രാപ്തിയിലെത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനേക്കാൾ ശക്തമായി അത് തുടരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഡിസിസി പ്രസിഡന്റായടക്കം നിരവധി തെരഞ്ഞെടുപ്പ് നേതൃത്വം നൽകിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ജനപ്രതിയാകാൻ വേണ്ടി മത്സരിക്കുന്നത്. അത്ര ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ടെൻഷൻ? അല്ല, യാതൊരു വിധത്തിലോ ടെൻഷൻ സ്വാഭാവികമായിട്ട് ഒരു സ്ഥാനാർത്ഥി ഒരു മത്സരിച്ച ആളെന്നുള്ള രീതിയിലുണ്ട്. പക്ഷേ ശുഭപ്രതീക്ഷയാണ്. ഈ നിയോജക മണ്ഡലത്തിൽ ഉള്ള ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ, ജനങ്ങളുടെ പരാതികൾ, അവരുടെ പ്രശ്നങ്ങൾ, അതിനപ്പുറത്ത് യുഡിഎഫിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള വിജയം, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഒന്നാണ്. സ്വാഭാവികമായും എക്കാലത്തും യുഡിഎഫിനോടൊപ്പം നിന്ന ഈ മണ്ഡലം അത് തിരിച്ച് യുഡിഎഫിന് തന്നെ ജയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അല്ല, തെരഞ്ഞെടുപ്പിന് നമുക്ക് അധികം ദിവസമൊന്നും നമുക്ക് ലഭിച്ചില്ല. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും എല്ലാം ജില്ലയിലെ ആകമാനം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴാണ് സ്ഥാനാർത്ഥിയായി പാർട്ടി തീരുമാനിച്ചത്. സ്വാഭാവികമായും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ആ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, കൊച്ചി നമുക്കൊരു മുൻപരിചയമില്ലാത്ത സ്ഥലമല്ലല്ലോ, ഇതിന്റെ എല്ലാ പ്രദേശങ്ങളും എല്ലാ സ്ഥലങ്ങളും നമുക്ക് മുൻപരിചയമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സമരങ്ങളും പ്രതിഷേധങ്ങളും അടക്കം ഞാൻ പങ്കെടുത്തിട്ടുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാം. യുഡിഎഫിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തമായ സ്ഥലങ്ങളും അതുപോലെ തന്നെ ദുർബലമായ സ്ഥലങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അതെല്ലാം ചുരുങ്ങിയ ദിവസങ്ങളിൽ ആ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ ചെലുത്തി ഒരു വലിയ വിജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമായ പരിശ്രമം യുഡിഎഫ് ഒറ്റക്കെട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ ഈ സർക്കാരിനെതിരായി ഒരു മാറ്റം, ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ട്. ഭരണമാറ്റവും അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിന്റെ വികസന വിരുദ്ധതയും അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും കുടിവെള്ളം, ആശുപത്രികളുടെ ശോചനീയാവസ്ഥ, ഓരുവെള്ളം കയറുന്നത്, കടൽക്ഷോഭം, ടൂറിസം രംഗത്തെ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ജനജീവിതവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ജനജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലടക്കം 10 വർഷക്കാലത്ത് ഈ ഭരണത്തിന് കീഴിൽ ജനപ്രതിനിധിയായിരുന്ന ഒരാൾക്ക് ആ കാര്യങ്ങളിലൊന്നും ഹ്രസ്വകാലാടിസ്ഥാനത്തിലോ ദീർഘകാലാടിസ്ഥാനത്തിലോ പദ്ധതികൾ കൊണ്ടുവരാനോ അത് നടപ്പിലാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും ഒരു മുരടിപ്പ് ഈ പശ്ചിമ കൊച്ചിക്കുണ്ട്. മറ്റുള്ള നിയോജക മണ്ഡലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ പശ്ചിമ കൊച്ചി അത്തരത്തിലൊരു വികസന വിരുദ്ധത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്തൊരു മാറ്റം ഉണ്ടാകണം. യുഡിഎഫ് അധികാരത്തിൽ വന്നാൽ അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ആ ഉറപ്പ് ജനം വിശ്വസിച്ചിട്ടുണ്ട്.
ജനം വോട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എറണാകുളം ജില്ലക്കാരനായതുകൊണ്ട് എറണാകുളം ജില്ലക്കാർ പൊതുവെ അദ്ദേഹം മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് വ്യക്തിപരമായിട്ട് അഭിപ്രായം താങ്കൾ പങ്കുവച്ചിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് പാർട്ടി നമ്മൾ അത്തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്കൊന്നും പോകണ്ട. അതിന് യു ഡി എഫിന്റേതായ കോൺഗ്രസിനും കോൺഗ്രസിന്റേതായ ചില തീരുമാനങ്ങളുണ്ട്. അത് കാലങ്ങളായി തുടരുന്ന നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അത് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ അത് പാർട്ടി നേതൃത്വം അത് ചെയ്യും. ഇല്ലില്ല, അത് ഈ പറഞ്ഞതുപോലെ ഇനി അതിനെക്കുറിച്ചിട്ട് എല്ലാ നേതാക്കന്മാരും KPCC പ്രസിഡന്റും ഹൈക്കമാൻഡും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ നിലപാടുകൾ അവരെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. സമീപകാലത്തെ ഒരു സ്ഥാനാർത്ഥിയുടെ മതം വലിയ രീതിയിൽ ചർച്ച ചെയ്ത് കൊച്ചിയിലാണ്. ലത്തീൻ സഭയുടെ അടക്കം പ്രതികരണം എന്താണെന്നുള്ള ചർച്ചയായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. അപ്പൊ അതിൽ അടിയൊഴുക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഇല്ല, അത്തരത്തിൽ കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും അവരുടെ ആശയപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ അപജയം ഉണ്ടായിട്ടുണ്ട് എന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഈ ഭരണത്തിന് കീഴിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന്, സംഘപരിവാർ വിരുദ്ധത പറയുമ്പോഴും നമ്മുടെ മതനിരപേക്ഷതയെക്കുറിച്ച് കാര്യക്ഷമമായി സംസാരിക്കുമ്പോഴും കേരളത്തിലെ ഇടതുപക്ഷത്തിന് എവിടെയൊക്കെയോ ഈ കേന്ദ്രത്തിലെ സംഘപരിവാറുമായി ഒരു ബാന്ധവം സ്ഥാപിച്ച് അവർക്ക് കീഴിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ പിടിക്കപ്പെടും എന്നുള്ള ഘട്ടത്തിലെത്തുമ്പോൾ അവരുമായി സന്ധി ചെയ്തുണ്ടാക്കുന്ന ഇവരുടെ കൂട്ടെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ചും പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ നടപടികൾ, അതിന് മതനിരപേക്ഷ കേരളം വലിയ വില കൊടുക്കേണ്ടി വരും. പക്ഷേ അത്തരത്തിലുള്ള CPM നിലപാടുകൾക്കെതിരായി ചിന്തിച്ച ജനമാണ് കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ കേരളത്തിൽ RSSും സംഘപരിവാറും പറയുന്നതിനേക്കാൾ വലിയ വർഗീയത വിളമ്പുന്ന നാക്കുകളായി കേരളത്തിലെ CPM നേതാക്കന്മാർ മാറുന്നുണ്ട്. അത് വിജയരാഘവന്റെ നാക്കാണെന്നുണ്ടെങ്കിലും അത് MV ഗോവിന്ദന്റെ നാക്കാണെന്നുണ്ടെങ്കിലും അത് CPM നേതാക്കന്മാരുടെ ഓരോരുത്തരുടെയും പ്രാദേശിക നേതാക്കന്മാരുടെ നാവുകളാണെങ്കിലും അത്തരത്തിൽ ഒരു വർഗീയ വിഷവിത്തുക്കൾ പാകി കേരളത്തിൽ അധികാരത്തിലേക്ക്, രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികാര രാഷ്ട്രീയം എന്നുള്ള ചിന്ത മാത്രമാണ് ഇന്ന് CPMനെ നയിക്കുന്നത്. ആശയപരമായി അവരെടുക്കേണ്ട സമീപനങ്ങളും കേരളത്തിന്റെ സമകാലിക രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ അവർ കൈക്കൊള്ളേണ്ട കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള നടപടികളും എല്ലാം മറന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ CPM ക്ഷയിക്കുമ്പോൾ ഉണ്ടാകുന്നത് അപകടകരമായിട്ടുള്ള സാഹചര്യം മറുഭാഗത്ത് സംഘപരിവാർ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. CPMന് എവിടെയെല്ലാം ക്ഷീണമുണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം അടിയൊഴുക്കുകൾ എത്തിച്ചേർന്നത് BJPക്കാണ്. സ്വാഭാവികമായും അത്തരത്തിൽ CPMന്റെ ദുർബലമായ സാഹചര്യത്തെ മുതലെടുക്കുന്നത് BJP ആണ് എന്നുള്ള തിരിച്ചറിവ് CPMന് ഇല്ലാതെ പോകുന്നു എന്ന് മാത്രമല്ല, അവർ മനഃപൂർവ്വം അത് ഒഴിവാക്കി മാറുകയാണ്. ഇത് വലിയ അപകടകരമാണ്. അപ്പൊ കൊച്ചി പോലെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ 10 വർഷക്കാലത്തെ ഒരു ഭരണത്തിന്റെ നേട്ടങ്ങളോ 10 വർഷക്കാലം ഒരു ജനപ്രതിനിധി ചെയ്ത വികസന നേട്ടങ്ങളോ അവർക്ക് ചർച്ച ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർ മറുസ്ഥാനാർത്ഥിയുടെ ജാതിയും മതവും തിരിച്ച് ചർച്ച ചെയ്യാൻ ഇറങ്ങി. പക്ഷേ അതിനെ തുടക്കത്തിലെ തന്നെ കൊച്ചിയിലെ മതനിരപേക്ഷരായിട്ടുള്ള ജനങ്ങൾ അത് തുടക്കത്തിലെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ള ഒരു സ്ഥാനാർത്ഥിയുടെയും ഒരു പാർട്ടിയുടെയും വ്യാമോഹത്തെ തുടക്കത്തിൽ തന്നെ അത് ഇല്ലാതാക്കി. അത് അത്രയധികം മതനിരപേക്ഷരാണ് കൊച്ചിയിലെ ജനങ്ങൾ. എക്കാലത്തും ആ രീതിയിൽ ചിന്തിക്കുകയും രാജ്യത്തിന്റെ എല്ലാ ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഏറ്റവും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമാണ് ഈ പശ്ചിമ കൊച്ചിയിലെ ജനസമൂഹം, പ്രത്യേകിച്ചും മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അപ്പൊ അവരെത്രത്തോളമാണ് അവരുടെ ഇടയിലേക്കാണ് ഈ രാഷ്ട്രീയ വിഷം കുത്തിവെക്കാനുള്ള ശ്രമം ഇവർ നടത്തിയത്. അത് തുടക്കത്തിലെ തന്നെ അവരില്ലാതാക്കി. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ നാടിന്റെ പ്രത്യേകത. അത് ഇനി BJP അല്ല, BJPയേക്കാൾ വലിയ നാവിൽ വർഗീയത വിളമ്പുന്ന CPMന്റെ നേതാക്കന്മാർ വന്നാലും ഈ നാട് അങ്ങനെയൊന്നും കുലുങ്ങുന്ന നാടല്ല. അത് അങ്ങനെയൊന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ ഈ CPMും അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ ശ്രമിച്ചാലും ഏത് വിഭാഗമാണോ അതിനകത്ത്
പ്രതിനിധാനം ചെയ്യുന്നത് അവരൊന്നും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളല്ലല്ലോ, അവരങ്ങനെ പറയുന്ന ആളുകളുമല്ല. അപ്പൊ അതുകൊണ്ട് ഇത് CPM-നുള്ള ഒരു കൃത്യമായ മെസ്സേജ് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലമെന്ന് പറയുന്നത്. ഞാൻ ആ ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്. കാരണം നമുക്ക് താഴെ തലങ്ങളിൽ നിന്ന് കിട്ടുന്ന, നമ്മൾക്ക് പ്രവർത്തകരും നാട്ടുകാരും നൽകുന്ന അഭിപ്രായം ഞാൻ പറഞ്ഞ അതേ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. അപ്പൊ തീർച്ചയായും ഇത് CPM-ന്റെ കണ്ണു തുറപ്പിക്കട്ടെ, ഇടതുമുന്നണിയുടെ കണ്ണു തുറപ്പിക്കട്ടെ. നേതാക്കന്മാർ, അത്തരത്തിലുള്ള നേതാക്കന്മാരെ തിരുത്താനെങ്കിലും CPM തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ആ സഭയെ കാണുന്നത്. കാരണം മുനമ്പത്തെ വിഷയമടക്കമുള്ള കാര്യങ്ങളിൽ അവരെടുത്ത തീരുമാനവും അവരുടെ അഭിപ്രായവും കേരളത്തിലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനമായിരുന്നു. സർക്കാർ കേരളത്തിലെ RSS സംഘപരിവാറിനും വേണ്ടി വിട്ടുവീഴ്ച ചെയ്ത് ഈ മുനമ്പത്തെ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചയും ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളിലും ഒക്കെ CPM എടുത്ത സമീപനം പകൽ പോലെ വ്യക്തമല്ലേ? അവരെടുത്തത് ഇവിടെ ജനങ്ങൾ തമ്മിലടിക്കട്ടെ എന്നുള്ളതാണ്. അതായത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം റിഫ്റ്റ് ഉണ്ടാകണം, അവർ തമ്മിലടിക്കണം എന്ന് ബോധപൂർവം RSS-ഉം സംഘപരിവാറും എടുത്ത തീരുമാനത്തിന് അതിനേക്കാൾ അപ്പുറത്ത് കവച്ചുവച്ച് തീരുമാനമെടുത്തത് ഒരു സർക്കാരാണ്, CPM ആണ്. അത് തുടക്കത്തിലെ തന്നെ ഇല്ലാതാക്കിയത് ലത്തീൻ സഭയാണ്. ഈ കേരളത്തിലെ ലത്തീൻ സഭയാണ് അതിനകത്ത് കൃത്യമായ തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ പിന്നീട് വന്നത്. ഈ വഖഫ് നിയമ ഭേദഗതി വന്നിട്ടും ഇത് ഒരിക്കലും ഈ ഭൂമി ഈ ആളുകൾക്ക് കിട്ടില്ല. പിന്നെ വർഷങ്ങളോളം നിയമ പോരാട്ടം സുപ്രീം കോടതിയിൽ നടത്തിയാൽ പോലും ഇവർക്ക് ആ ഭൂമി കിട്ടാത്ത സാഹചര്യത്തിലേക്ക് മാറും എന്ന് കോട്ടപ്പുറം പിതാവ് പറഞ്ഞത് വളരെ കൃത്യമാണ്. അത് അത്തരത്തിലാണ് ഈ കാര്യങ്ങൾ. അത് സഭ എടുക്കുന്ന തീരുമാനം അത് മതനിരപേക്ഷ കേരളത്തെ ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു തീരുമാനമാണ് എക്കാലത്തും സഭ കൈക്കൊണ്ടിട്ടുള്ളത്. ആ തീരുമാനം തന്നെയാണ് സഭയുടെ തീരുമാനം. അങ്ങനെയൊന്നും ഒരു സഭയെയോ സഭാവിശ്വാസികളെയോ മോശമാക്കാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ, ഒരു സംശയവും അക്കാര്യത്തിലില്ല. അങ്ങനെ 3-4 CPM നേതാക്കന്മാർ കൂടി ഇതാണ് സഭയുടെ തീരുമാനം എന്നൊക്കെ പറയുന്നത് സഭാവിശ്വാസികൾ തന്നെ അതിനകത്ത് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ലത്തീൻ സഭ വളരെ സത്യസന്ധമായി സുതാര്യമായി നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടുകൾ പകൽ പോലെ വ്യക്തമാണ്, കേരളത്തിലെ എല്ലാവർക്കും അറിയുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.